പെട്ടെന്നാണ് ആരോ ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേട്ടത്. ശബ്ദം കേട്ടതും ചാർലി ചെന്ന് വാതിൽ തുറന്നു. മരിയയും സോണിയുമായിരുന്നു. മോനെ, ഞങ്ങൾ തിരികെ പോകുക. ഇച്ചായം വരുന്നതിന് മുമ്പേ പോകണം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എവിടെ പോയി, എന്തിനു പോയി എന്നുള്ള നൂറുകൂട്ടം ചോദ്യങ്ങളായിരിക്കും. അവർ അവനെ നോക്കി പറഞ്ഞു. അപ്പോഴേക്കും ഷീതുവും അങ്ങോട്ടേക്ക് വന്നിരുന്നു. ശരി ആൻറ്റി, എങ്കിൽ പിന്നെ പോയിട്ട് വാ. ഷീതു, ചെല്ല്, പോയി യാത്രയാക്കിയിട്ട് വാ. ചാർലി അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. ശേഷം അവർ 3 പേരും കൂടി താഴേക്ക് ചെന്നു. പോട്ടെ മോളെ, അതും പറഞ്ഞ് മരിയ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവളും തൻ്റെ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കരയുകയായിരുന്നു. സോണിയും അവളെ കെട്ടിപ്പിടിച്ചു. പിന്നെ തലയാട്ടിക്കൊണ്ട് അവൾ 2 പേർക്കും യാത്ര പറഞ്ഞു. മരിയ പതിയെ ഷീതുവിൻ്റെ കൈകളിൽ പിടിച്ചു. അപ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. മോളെ, നീ ഒന്നിനെക്കുറിച്ച് ഓർത്തും പേടിക്കണ്ട. ചാർലി മോളുടെ കൂടെയുണ്ടല്ലോ. ദൈവം നിന്നെ കൈവിടില്ല. മരിയ അവളുടെ കവളിൽ തലോടി. ചേച്ചി, ചാർലി ചായൻ എന്തേലും വഴി കണ്ടെത്തും. ചേച്ചി വിഷമിക്കണ്ട, അവളും സമാധാനപ്പെടുത്തി. മരിയ യേശുവിൻ്റെ നെറ്റിയിലും കവളിലും മാറി മാറി ഉമ്മകൾ നൽകി. നിറഞ്ഞ കണ്ണുകളോടെ ഷീതുവിനോടും അവിടെ ഉണ്ടായിരുന്ന റയാനോടും ക്രിസ്റ്റിയോടും മറ്റെല്ലാവരോടും യാത്ര പറഞ്ഞാണ് മരിയയും സോണിയും കാറിലേക്ക് കയറിയത്. കാർ ഗേറ്റ് കടന്നു പോകുന്നത് വരെ ഷീതു നിറഞ്ഞ കണ്ണുകളോടെ അത് നോക്കി നിന്നു. അവളുടെ അടുത്തു നിന്നും ചാർലി ബാൽക്കണിയിലേക്ക് നടന്നു. കുറേ നേരം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ബാൽക്കണിയിലുണ്ടായിരുന്ന റെയിലിങ്ങിൽ പിടിച്ച് അവൻ പുറത്തേക്ക് നോക്കി നിന്നു. അവൻ്റെ മനസ്സിൽ ആദത്തിൻ്റെ മുഖവും വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവങ്ങളും ആദം അവളെ തള്ളിപ്പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൻ ഫോണെടുത്തു. അതിലെ ഒരു നമ്പറിലേക്ക് അവൻ ഡയൽ ചെയ്തു. കുറേ ബെല്ലടിച്ചതിന് ശേഷമാണ് മറുവശത്തു നിന്നും കോൾ അറ്റൻഡ് ചെയ്തത്. ചാർലി, ഇത് സർപ്രൈസ് ആയിപ്പോയല്ലോ മാൻ. എത്ര നാൾക്കു ശേഷം നീ എന്നെ ഒന്ന് വിളിക്കുന്നത്? ഫോൺ എടുത്ത പാടെ മറുവശത്തു നിന്നും പറഞ്ഞു. ജീവൻ, ഐ നീഡ് എ ഹെൽപ്പ്. അവൻ്റെ ശബ്ദത്തിൽ കഠിനതയായിരുന്നു. അത് കേട്ടതും ജീവന് എന്തോ പന്തികേടല്ലാത്തതുപോലെ തോന്നി. എന്താടാ ചാർലി, എന്താ പറ്റിയേ? നിന്റെ ശബ്ദം കേട്ടിട്ട് എന്തോ വലിയ പ്രശ്നമുണ്ടല്ലോ. നീ കാര്യം പറ. ജീവന്റെ ശബ്ദത്തിലും ആ ചിരി മാറി. പെട്ടെന്നൊരു ഗൗരവം വന്നു നിറഞ്ഞു. കാരണം അവൻ സീരിയസ് ആയിട്ട് എന്തോ കാര്യം പറയാൻ വരികയാണെന്ന് അവന് തോന്നിയിരുന്നു. ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിമുറുക്കി ആകാശത്തേക്ക് നോക്കി ചാർലി ഒന്ന് നെടുവീർപ്പിട്ടു. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്റെ സഹായം എനിക്കിപ്പോൾ അത്യാവശ്യമാണ്. നീ നാളെ ഫ്രീ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് വരാം. ചാർലി അവനോട് തിരികെ പറഞ്ഞു. നീ ഇപ്പം തന്നെ പോരെ, ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുക. നാളെ എനിക്കൊരു കേസുണ്ട്, കോർട്ടിലേക്ക് പോകണം. അവൻ തിരികെ മറുപടി പറഞ്ഞു. എങ്കിൽ ഞാൻ നേരിട്ട് വരുമ്പോൾ എല്ലാം സംസാരിക്കാം. ചാർലി പറഞ്ഞതും ജീവൻ ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. അവിടെ നിന്നും ചാർലി നേരെ പോയത് റൂമിലേക്കായിരുന്നു. ജീവൻ പറഞ്ഞതുകൊണ്ട് അവനെ കാണാൻ വേണ്ടി പോകാൻ റെഡിയാകുകയായിരുന്നു ചാർലി. സോണിയും അമ്മയും പോയതും ഷീതു തിരികെ റൂമിലേക്ക് വന്നു. അപ്പോൾ ചാർലി റെഡിയായിട്ട് എവിടെയോ പോകാൻ പോകുന്നതാണ് അവൾ കണ്ടത്. അവൾ റൂമിലേക്ക് വന്നത് കണ്ടതും ചാർലി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. മമ്മിയും സോണിയും പോയോ? അവൻ സംശയത്തോടെ അവളോട് നിങ്ങൾ വരുന്നതിന് മുൻപേ പോകണമെന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇച്ചാനിത് എവിടെ പോവാ? അവൻ ഒരുങ്ങുന്നത് കണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ മോളെ, എൻ്റെ ഒരു ഫ്രണ്ട് അഡ്വക്കേറ്റ് ആണെന്ന്. ഞാൻ അവനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ അവൻ ഫ്രീ അല്ല, ഇന്ന് തന്നെ ചെന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്ത് വരെ പോയിട്ട് വരാം. അവൻ അവളോട് പറഞ്ഞിട്ട് പെർഫ്യൂം അടിക്കാൻ തുടങ്ങി. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യിച്ചാൽ ഞാനും കൂടി വരാം. അവൾ തിരികെ അവനോട് മറുപടി പറഞ്ഞു. എന്തിനാ ഷീതു, ഞാൻ പോയി അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരട്ടെ. നീ എന്തിനിങ്ങനെ ടെൻഷനാവുന്നേ? ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞിനെ ആരും നമ്മളിൽ നിന്നും അകറ്റില്ല എന്ന്. അതെനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നത്. പിന്നെ നീ എന്തിനിങ്ങനെ ടെൻഷനാവുന്നത്? തൽക്കാലം നീ വരണ്ട, ഞാൻ പോയി അവനെ കണ്ട് സംസാരിച്ചിട്ട് വരട്ടെ. അവൻ പറയുന്നത് കേട്ട് അവൾ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ആ സങ്കടം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ ചാർലിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. പെർഫ്യൂം കുപ്പി മേശപ്പുറത്ത് വെച്ചിട്ട് അവൻ പതിയെ അവളുടെ അരികിലേക്ക് നടന്നു. അവളുടെ 2 തോളുകളിലും കൈവച്ച് മുഖത്തേക്ക് നോക്കി അവൻ പുഞ്ചിരിച്ചു. എന്താടി ഇത്, ഇങ്ങനെ മുഖം വാട്ടി വെക്കല്ലേ നീ. ഇച്ചാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ ഇപ്പം എൻ്റെ കൂടെ വന്നാ അവനെ കാണുമ്പോൾ പഴയ കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോഴും നിനക്ക് സങ്കടം വരും. പിന്നെ അവിടെ ഇരുന്ന് നീ കരയും. അതുകൊണ്ട് തൽക്കാലം നീ വരണ്ട. അവൻ നിന്നെ കാണണമെന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകും. ചാർലി അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. എങ്കിലും ഇച്ചായ, എനിക്ക് വല്ലാത്തൊരു പേടി. അന്ന് എന്നെ ഉപേക്ഷിച്ച് പോയത് അയാൾ. അന്നെൻ്റെ കൂടെ നിൽക്കാൻ ആരും ഇല്ലായിരുന്നു. നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച ആളാ എന്നെ തള്ളി പറഞ്ഞത്. പെട്ടെന്ന് ഇപ്പം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്നൊക്കെ പറയുമ്പോൾ ഷീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പാൻ തുടങ്ങി. അന്ന് നിനക്ക് ആരും ഇല്ലായിരുന്നിരിക്കാൻ ഷീതു. പക്ഷെ ഇന്ന് നിൻ്റെ കൂടെ ഈ ചാർലി ഉണ്ട്. നിന്നെയും മോളെയും തൊടണമെങ്കിൽ അവൻ ആദ്യം എന്നെ കൊല്ലേണ്ടി വരും. അത്രയ്ക്ക് ധൈര്യമൊന്നും ആ ആദമിനില്ല. ഞാൻ പോയി ജീവനെ കണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി സംസാരിച്ച് അവനെ പൂട്ടാനുള്ള വഴി റെഡിയാക്കിയിട്ട് വരാം. നീ ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കുക. അവൻ വീണ്ടും അവളെ ആശ്വസിപ്പിച്ചു. അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് ചാർലി തൻ്റെ കാറിൻ്റെ കീയും ഫോണും എടുത്ത് റൂമിന് പുറത്തേക്ക് നടന്നു. താഴെ ഹാളിൽ റയാനും ക്രിസ്റ്റി ഇരിപ്പുണ്ടായിരുന്നു. ചാർലി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് റയാൻ എഴുന്നേറ്റു. ചേട്ടായി,
അവൻ എവിടേക്കോ പോകുവാണെന്ന് മനസ്സിലായ റയാൻ അവനെ നോക്കി വിളിച്ചു. അവനൊന്ന് നിന്നു. ശേഷം ചാർലി അവരോട് രണ്ടുപേരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ ജീവനെ കാണാൻ പോവാണോ? ഞങ്ങളും കൂടി വരണോടാ? ക്രിസ്റ്റി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഏയ് വേണ്ടടാ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഋഷുവിനോട് ഞാൻ വന്നിട്ട് വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് പറയണം. ഷീതു വല്ലാതെ ടെൻഷനടിച്ച് പേടിച്ചിരിക്കുക. അവളുടെ ഒപ്പം ഇരുന്നോട്ടെ ഋഷു, അത് അവൾക്ക് വല്ലാത്തൊരു ധൈര്യമായിരിക്കും. ചാർലി അവരോട് പറഞ്ഞു. ചേട്ടായി പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, ധൈര്യമായിട്ട് പൊയ്ക്കോ. റയാൻ അവന് ഉറപ്പ് നൽകിക്കൊണ്ട് തിരികെ പറഞ്ഞു. അതെ, നീ പോയി സംസാരിച്ചിട്ട് വരാൻ നോക്ക്, ഞാൻ അവളോട് പറഞ്ഞോളാം. ക്രിസ്റ്റീൻ പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. ചാർലി വേഗം മുറ്റത്തേക്ക് ഇറങ്ങി കാർ സ്റ്റാർട്ട് ചെയ്തു. ഗേറ്റ് കടന്ന് വണ്ടി മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ ചാർലിയുടെ മുഖത്തെ ആ ശാന്തത മാറി കടുത്തൊരു ഗൗരവം വന്ന് നിറഞ്ഞു. സ്റ്റിയറിങ്ങിൽ അവൻ്റെ കൈകൾ മുറുകി. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും നിനക്ക് വിട്ടു തരില്ല ആദം. അത് നീ ഈ ജന്മത്തിൽ നടക്കുമെന്ന് കരുതണ്ട. ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെയും പെണ്ണിനെയും ഞാൻ വിട്ടു തരില്ല നിനക്ക്. അവൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ ജീവൻ്റെ ഓഫീസിലേക്ക് എത്തി. ചാർലിയുടെ അതേ ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു സുന്ദരനായിരുന്നു ജീവൻ. ചാർലി, അവനെ കണ്ടതും ജീവൻ പെട്ടെന്ന് കസേരയിൽ നിന്നും എഴുന്നേറ്റു. എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്? അതും പറഞ്ഞ് ജീവൻ അവനെ കെട്ടിപ്പിടിച്ചു. ചാർലി തിരികെ. ഇരിക്കടാ. ജീവൻ അവനെ തൻ്റെ മുൻപിലുള്ള കസേരയിലേക്ക് ഇരുത്തി. ചാർലിയുടെ മുഖത്ത് ആകെ ഒരു സങ്കടമുള്ളതുപോലെ അവന് തോന്നി. എന്തോ കാര്യമായിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞതെന്നും ജീവന് തോന്നിയിരുന്നു. എന്താടാ പ്രശ്നം? എന്താണെങ്കിലും നീ എന്നോട് പറ. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് എനിക്കറിയാം. ഒന്നുമില്ലാതെ നീ ഇങ്ങനെ ഇരിക്കില്ല. ജീവൻ അവൻ്റെ മുൻപിലത്തെ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. ചാർലി ഒരു ദീർഘനിശ്വാസം എടുത്ത് കസേരയിലേക്ക് ചാരിയിരുന്നു. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു നിന്നിരുന്നു. ഡാ ജീവ, നീ ആദത്തെ ഓർക്കുന്നുണ്ടോ? ഷീതുവിൻ്റെ... അവൻ ബാക്കി പറയാതെ നിർത്തി. ആ ആദം, ആ വഞ്ചകനെ ഞാൻ എങ്ങനെ മറക്കാനാടാ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അന്ന് നമ്മൾ അവസാനമായിട്ട് കണ്ടപ്പോൾ നീ കഥകളൊക്കെ എന്നോട് പറഞ്ഞതല്ലേ? അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ചു പോയ പഹയനല്ലേ അവൻ? അല്ല, അവനിപ്പോൾ എന്തു പറ്റി? ജീവൻ സംശയത്തോടെ അവനോട് ചോദിച്ചു. അവനിന്ന് ഷീതുവിൻ്റെ പേരിലൊരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുക. ഇസുവിനെ അവന് വേണോത്രേ. ചാർലി പല്ലെറുമ്മിക്കൊണ്ട് പറഞ്ഞു. എന്ത്? അവൻ എന്ത് യോഗ്യതയുണ്ടായിട്ടാടാ ഇപ്പോൾ കുഞ്ഞിനെ ചോദിച്ചു വരുന്നത്? ജീവൻ കസേരയിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റു. എനിക്കറിയില്ല, ചാർലി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ചാർലി, പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്. ജീവൻ പറഞ്ഞതും അവനത് എന്താണെന്നുള്ള അർത്ഥത്തിൽ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിയമപരമായി അവൻ കുഞ്ഞിൻ്റെ അപ്പനാണെന്ന വാദവുമായി വന്നാൽ നമുക്കതത്ര എളുപ്പമാകില്ല ചാർലി. ഒരിക്കലും അവളിലുള്ള അവൻ്റെ പിതൃത്വം ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് അമ്മയ്ക്കും അച്ഛനും ഒരുപോലെ അവകാശപ്പെട്ടതാ. ജീവൻ തിരികെ പറഞ്ഞതും ചാർലി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയില്ല ജീവ, ഷീതു ഇത് കണ്ട് ആകെ തകർന്നിരിക്കുക. ഇങ്ങനൊരു നീക്കം അവനിൽ നിന്നുണ്ടാകുമെന്ന് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല. എന്ത് സംഭവിച്ചാലും കുഞ്ഞിനെ അവന് വിട്ടാൻ പാടില്ല. ചാർലി അവനെ നോക്കി തിരികെ പറഞ്ഞു. എനിക്ക് മനസ്സിലാകും ചാർലി, പക്ഷെ നിയമത്തിൻ്റെ ഒരു വശം വെച്ച് നോക്കുമ്പോൾ ഷീതുവിന് അവനുമായി നേരത്തെ റിലേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കോടതിയെ സമീപിച്ചാൽ നമുക്കത് അത്ര എളുപ്പമാവില്ല. ജീവൻ കാര്യഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു. ചാർലി, നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? അവനൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് ജീവൻ സംശയത്തോട് ചോദിച്ചു. ചാർലി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ആദത്തെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട് ജീവ. ചാർലി അവനെ നോക്കി പറഞ്ഞു. ചാർലി, നീ ഇപ്പോൾ ഇമോഷണൽ ആകരുത്. നിയമപരമായി അവനെ പൂട്ടാൻ എനിക്കറിയാം. നമുക്കതിന് കഴിയുകയും ചെയ്യും. നീ ഇപ്പോൾ ശാന്തനാവാൻ നോക്ക്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ജീവൻ അവനെ ആശ്വസിപ്പിച്ചു. ചാർലി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ഒരു കാര്യം ചെയ്യ്. ആദ്യം ആദത്തെ ഒന്ന് വിളിക്ക്. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാലോ. ജീവൻ പറഞ്ഞതും അവൻ സംശയത്തോടെ വീണ്ടും ജീവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഈ കേസ് കോടതിയിലെത്താതെ തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാൻ ചിലപ്പോൾ കഴിഞ്ഞാലോ. നീ അവനെ ഒന്ന് വിളിക്ക്. എന്നിട്ട് അവനോട് നീ ഒന്ന് സംസാരിക്ക്. ചിലപ്പോൾ ആ പേപ്പർ ക്യാൻസലാക്കിയാൽ വെറുതെ എന്തിനാ അവളെയും കുഞ്ഞിനെയും ഒക്കെ കോടതി കയറ്റുന്നത്? അതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ ഒത്തുതീർപ്പാക്കി പോകുന്നത്? ജീവൻ പറഞ്ഞതും ചാർലിക്ക് അത് ശരിയാണെന്ന് തോന്നി. അതേസമയം ചാർലിയുടെ വീട്ടിൽ നിന്നും യാത്ര തിരിച്ച സോണിയും അമ്മയും വണ്ടിയിലിരുന്ന് ആകെ അസ്വസ്ഥരായിരുന്നു. ഷീതുവിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞതിൻ്റെയും സന്തോഷം ഒരു വശത്ത് അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ആദം അയച്ച വക്കീൽ നോട്ടീസ്, ആ കുടുംബത്തെ ഉണ്ടാക്കിയ ഭീതി, ഷീതുവിൻ്റെ ടെൻഷൻ, അതൊക്കെ അവരെയും വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. എൻ്റെ കർത്താവേ, ഒരുപാട് അനുഭവിച്ചതാണ് എൻ്റെ കുട്ടി. അവളെ ഇനിയെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ അനുവദിക്കണേ. നീ തന്നെ എൻ്റെ മോളെ കാത്തോളണേ. മരിയ കാറിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കണ്ണുകൾ തുളച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. മമ്മി ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക. ചാർലി ചാൻ കൂടെയുള്ളപ്പോൾ ആദമിന് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മമ്മി മുഖമൊക്കെ ഒന്ന് തുടച്ചേ, ദാ വീടെത്താറായി. സോണി മമ്മിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് വണ്ടി വീടിൻ്റെ ഗേറ്റിലേക്ക് തിരിച്ചു. കാർ പോർച്ചിലേക്ക് വന്നു നിന്നതും സോണിയുടെ ഹൃദയമിടിപ്പൊന്ന് കൂടി. ഹാളിലെ വാതിൽ തുറന്നു കിടക്കുകയാണ്. സാധാരണ ഈ സമയത്ത് പപ്പ പുറത്തെവിടെയെങ്കിലും പോകാറുള്ളതാ. വീട്ടിൽ വരാൻ സമയമായിട്ടില്ലായിരുന്നു. സോണിയും മമ്മിയും പതുക്കെ കാറിൽ നിന്നും ഇറങ്ങി സിറ്റൗട്ടിലേക്ക് നടന്നു.
അകത്തെ ഹാളിലേക്ക് കയറിയതും അവർ രണ്ടുപേരും ഞെട്ടി ഒന്ന് നിന്നുപോയി. അയാൾ അവിടെ തന്നെയുണ്ട്. സോഫയിലിരുന്ന് കയ്യിലുള്ള മധ്യ ഗ്ലാസ്സിലേക്ക് നോക്കി വളരെ ഗൗരവത്തിൽ എന്തോ ആലോചിക്കുകയായിരുന്നു അയാൾ. അവരുടെ കാൽപെരുമാറ്റം കേട്ടതും അയാൾ പതുക്കെ തലയുയർത്തി നോക്കി. ഓ, വന്നോ മമ്മിയും പുന്നാരം മോളും? രണ്ടും കൂടി ഇത് എവിടെ പോയതായിരുന്നു ഇത്രയും നേരം? അയാൾ ദേഷ്യത്തോടെ അവരെ നോക്കി ചോദിച്ചു. എൻ്റെ ചേച്ചിയെ കാണാൻ. അവൾ ഒട്ടും പേടിയില്ലാതെ തന്നെ അയാളെ നോക്കി മറുപടി പറഞ്ഞു. ചേച്ചി. അയാൾ അത് കേട്ട് പുച്ഛത്തോടെ തിരികെ പറഞ്ഞു. എന്നു മുതലാടി നിനക്ക് ഈ ചേച്ചിയൊക്കെ ഉണ്ടായത്? അവളെ ഇല്ലാതാക്കി ആ ചാർലിയെ സ്വന്താക്കാൻ നടക്കുമല്ലായിരുന്നോ നീ? എന്താ നീ അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞോ? അയാൾ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും അവളെ നോക്കി ചോദിച്ചു. അയാൾ പറഞ്ഞ തരംതാണ വാക്കുകൾ കേട്ട് സോണിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്തു. നിർത്തു ബാപ്പേ. സോണി ഒട്ടും ഭയമില്ലാതെ അയാളുടെ മുന്നിലേക്ക് ചെന്നു. നീ എന്നെ നിർത്തിക്കാൻ വളർന്നോടി? അയാൾ അതും ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു. പിന്നെ അവളെ അടിക്കാനായിട്ട് കൈ ഓങ്ങി. പേടിയോടെ സോണി കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നാൽ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ആ അടി അവളുടെ മുഖത്ത് പതിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ അയാളുടെ കയ്യിൽ പിടി വീണിരുന്നു. അവിടെ ആകെ ഒരു നിശബ്ദത പടർന്നു. സോണി പതുക്കെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല.